ഇവിടെ കണ്ടു. എനിക്ക് അതിൽ വലിയ സന്തോഷമാണ്. എൻ്റെ അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും നല്ല സുഖമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇനിയുള്ള സമയങ്ങളിലെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മുടെ ഒത്തൊരുമ കണ്ട് അമ്മ കഴിയണമെന്ന് മാത്രമേ എനിക്ക് പറയുന്നത്. എല്ലാവിധ സന്തോഷവും സമാധാനത്തോടു കൂടിയും അമ്മ ഇനിയും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മയ്ക്ക് ആദ്യമായി ഞാൻ 100ാം ജന്മദിനം ആശംസ അർപ്പിക്കുന്നു. Happy birthday, Mutishi. Happy birthday, dear Mutishi. Happy birthday, Mutishi. Hope you enjoy your party. Happy birthday, Amma. അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അമ്മ ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Mutishi. I love you. കുടുംബാംഗങ്ങളെ,
എല്ലാവരും ഉപവിഷ്ടരാവണം. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ 100ാമത്തെ പിറന്നാളാണ്. ഈ സുദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വർഷങ്ങളോളം അമ്മൂമ്മയുടെ സ്നേഹവും കരുതലും അനുഭവ സമ്പത്തും നമ്മളെ എല്ലാവരും ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. എനിക്ക് മനസ്സിലായിടത്തോളം പരിചയപ്പെടുത്ത എല്ലാവരിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അമ്മൂമ്മയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ പോലും അമ്മൂമ്മയെ പറ്റി പുള്ളി പറഞ്ഞ കഥകളും അമ്മൂമ്മ പറഞ്ഞ കഥകളും സത്യം പറഞ്ഞ കുറച്ച് ഇൻസ്പയറിംഗ് ആയിരുന്നു. എല്ലാ രീതിയിലും ഭയങ്കര പോസിറ്റീവാണ് അമ്മൂമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ. നമ്മൾ അതിന്റെ മൂടോഫായിട്ട് ഓരോ സ്ട്രെസ്സിലും ടെൻഷനിലും ഒക്കെ ഇരുന്ന് വന്ന് അമ്മൂമ്മയോട് 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെയാണ്. അതെനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ മാത്രമേ അമ്മൂമ്മയെ കണ്ടിട്ടുള്ളൂ. അമ്മൂമ്മയെ പറ്റി എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അമ്മൂമ്മ ആദ്യമായിട്ട് കാണുന്നത് എന്റെ എൻഗേജ്മെന്റ് ദിവസമാണ്. അന്ന് അമ്മൂമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ മോളെ വിളിച്ച് വെച്ചതാണ്. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച അമ്മൂമ്മ കെട്ടിപ്പിടിക്കുമ്പോഴേ എനിക്ക് അതേ എനർജിയും അതേ സ്നേഹമാണ് കിട്ടിയത്. ഇത്രയും വർഷമായിട്ടും അതിനൊരു മാറ്റം വന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ആണെന്ന് തോന്നുന്നു അമ്മൂമ്മയെ പറ്റി. ഇനി പറയുകയാണെങ്കിൽ അമ്മൂമ്മയുടെ സ്നേഹത്തിന്റെ കരുതലിന്റെ കഥകളൊക്കെ നമ്മൾ എല്ലാവരുടെ അടുത്ത് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 20 വർഷമായി ഞാൻ ഈ ഫാമിലിയിൽ വന്നിട്ട് 20 വർഷമായിട്ട് ഓരോ സെക്കൻഡ് ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ട് ആക്ച്വലി ഇത് ഭയങ്കര ഒരു നല്ല പ്രത്യേക ഒരു മൊമെന്റ് ആണ്. ഇത്രയും വർഷം 100 വർഷം അമ്മൂമ്മയുടെ ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് കുറവാക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ പരിപാടി ഇവിടെ നമ്മുടെ ഇതായിട്ടുള്ളത് ഈശ്വര പ്രാർത്ഥനയാണ്. അത് അദ്വിക ശരത്. ചന്ദ്രമേറിയ ഭൂമിയിലും ശാഭലാഭമാം ശരഭക്തിയും സന്തതം കരതായിന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലക അർക്കരശിയും ചിന്തയം മണിമന്ദിരത്തിൽ ഈശ്വരി വാഴ്ത്തും ചിന്തയം മണിമന്ദിരത്തിൽ ഈശ്വരി വാഴ്ത്തും. താങ്ക് യു അദ്വിക. എൻ്റെ മാമിയും കുമാരിയുടെ അമ്മയുമായ ശ്രീമതി കൊയ്യാണി ജയതമ്മ അവരുടെ 100ാം ജന്മദിനം. 100 വയസ്സ് തികയുന്ന 1-2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. 100ാം ജന്മദിനമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മാമി, ഡയസിലിരിക്കുന്ന വിജയൻ ചേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ, ശ്രീനി ചേട്ടൻ, ശ്രീ ഗോപി, വേദിയിൽ മുന്നിരിക്കുന്ന എൻ്റെ സഹോദരന്മാർ, ശ്രീ ചേട്ടൻ, ചേച്ചി, രാജി ചേച്ചി, ബാക്കി എൻ്റെ സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. ഒരു സ്വാഗത പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നും ഉള്ള ഒരു ഡയസ് അല്ല. എന്നാൽ ഇന്നലെ ആങ്കർ ചെയ്യുന്ന സൂര്യ എന്ന് പറഞ്ഞു കൊയ്യാണിയിലെ പഴയകാല ഓർമ്മകൾ ഏതെങ്കിലും 1-2 പറഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് 1-2 ഓർമ്മകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കും. എൻ്റെ ആദ്യത്തെ ഓർമ്മ ഒരു 4-5 വയസ്സുള്ളപ്പോൾ പഴവങ്ങാടിയിൽ നിന്ന് കൊയ്യാണിയിലോട്ടുള്ള ഒരു യാത്രയാണ്. അച്ഛൻ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമ്മയെ കാണാൻ അവിടെ ചെല്ലാറുണ്ട്. അന്ന് വല്യച്ഛനെ കാണും. അധികാരി വീട്ടിലൊരു ശ്രീധരനെ, കണ്ണാടി മാമൻ നമ്മൾ വിളിക്കും, എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാം പോയിട്ട് രാത്രിയെ വീട്ടിൽ വരുള്ളൂ, കഞ്ഞിയും കുടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഞങ്ങളെ പൊയ്യാണിയെ കൊണ്ടുപോകുന്നത് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം. അതൊരു വരക്കം തന്നെയാണ്. കാരണം ഒരു കുതിരവണ്ടിയുണ്ട് അന്ന് നമ്മുടെ ശ്രീകണ്ഠേശ്വരം പാർക്ക്. അവിടെ നിന്ന് കുതിരവണ്ടി പിടിച്ച് ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ അമ്മയും ഞാനും ചേച്ചിയും കുതിരവണ്ടിയുടെ പിന്നിലൊരു ഇങ്ങനൊരു ബാറുണ്ട്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ബാറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ ഓപ്പോസിറ്റാണ് നമ്മൾ ഇരിക്കുന്നത്. മനസ്സിലായി? ഏകദേശം അന്ന് ഒരു 1/4-3 മണിക്കൂറെങ്കിലും എടുക്കും. അന്ന്
ബരാമർത്തിക്കോല് മുതൽ ഇങ്ങോട്ട് വഴി ചെറുതും കയ്യാലയാണ്. ഇപ്പോൾ പുതിയ ജനറേഷന് കയ്യാല എന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണ്. മണ്ണ് കെട്ടി ഇങ്ങനെ വയ്ക്കുന്ന കയ്യാലയാണ്. അപ്പോൾ ഈ കുതിരവണ്ടിയിലുള്ള യാത്ര എനിക്ക് വളരെ സന്തോഷകരമാണ്. ഒരു ആൾ ഇന്ത്യ ടൂറിൻ്റെ എഫക്റ്റാണ് എനിക്കും ചേച്ചിക്കും അന്നത്തെ കാലത്ത്. അപ്പോൾ കുതിരവണ്ടിയിൽ പതുക്കെ, അന്ന് ടാക്സി ഒന്നുമില്ല കേട്ടോ, ശ്രീണ്ടേശ്വരത്തൊന്നും ടാക്സി ഒന്നുമില്ല. ടാക്സി വർമ്മ ട്രാവൽസിൻ്റെ ഉടമസ്ഥൻ പരമേശ്വരൻ നായർ, ഒരു മോറിസ് മൈനർ 63 മറ്റാണ് കൊണ്ടുവന്നത്. അന്ന് മുതലേ ടാക്സി ഉള്ളു. 1.5 രൂപയ്ക്കാണ് അന്ന് ടാക്സിക്ക്. ഇവിടെ വരും, പാർക്കിൻ്റെ അവിടെ ഈ കുതിരയെ കെട്ടിയിട്ട് നേരെ കയറും, അമ്മമ്മയെ കാണാം. ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ വാഴയ്ക്കൊപ്പം നിറച്ച് വാങ്ങിച്ചിരിക്കും, ഉണ്ണിയപ്പം വാങ്ങിച്ചിരിക്കും. വീട്ടിൽ വെച്ച് 5-6 തിന്നും. ഇത് അമ്മമ്മയിൽ കൊണ്ടുകൊടുത്ത് അമ്മമ്മ ആദ്യം പൊട്ടിച്ച് വാഴയ്ക്ക് പോകും, ഉണ്ണിയപ്പം തരും. അപ്പം ഒരു സന്തോഷകരമായ ഓർമ്മയാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ, കൊയ്യാണി ഓർമ്മ. രണ്ടാമത്തത് അത്ര നല്ലൊരു ഓർമ്മയല്ല. കാരണം അപ്പോൾ ഒരു 6-7 വയസ്സൊക്കെ വരും കാണും. സരസ്വതി മാമി നല്ല അവിടുത്തെ ആ ഏരിയയിൽ ഏറ്റവും പ്രസിദ്ധയായ ടീച്ചറാണ്. മാമിക്ക് ആ ടീച്ചറിൻ്റെ എല്ലാ ഗാംഭീര്യവും ദേഷ്യവും വലിയൊരു കൃഷ്ണഭക്തിയായി. എൻ്റെ അച്ഛൻ കണക്ക് പഠിപ്പിക്കാൻ ഞാൻ വളരെ മോശം. അതുകൊണ്ട് പതുക്കെ കൊണ്ട് അവിടെ സ്കൂൾ അടയ്ക്കും. മാമി 5 കൂടി പഠിക്കാൻ പോകും. 2 2 4 3 5 2-3 ടേമായിട്ട് 2-3 സ്കൂളൊക്കെ അടപ്പ് കൊണ്ട് ഞാൻ ഒരു 12 144 വരെ പഠിച്ചു. അത്ര ഇപ്പോഴും എനിക്ക് ബാക്കിയാണ്. ആ 144 അത് പഠിക്കാൻ പഠിത്തം മതിയായി. പക്ഷെ അതൊരു ഓർമ്മ, അന്നത്തെ ഓർമ്മ. മുക്കോലക്കോവിൽ ഉത്സവത്തിന് അച്ഛൻ ചേച്ചിയും കാണും ചിലപ്പോൾ ഞങ്ങളെ കൊണ്ട് അവിടെ കൊയ്യാണിയിലാണ്. അന്ന് വിജയചേട്ടൻ, ശശിച്ചേട്ടൻ, രവിച്ചേട്ടൻ വലിയ കമ്മ്യൂണിസ്റ്റാണ്. നമ്മളടുത്ത് മുണ്ടൊന്നുമില്ല, അപ്പുറത്തൊരു മുറിയൊക്കെ ഉണ്ട്, ജനയുഗം വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ പഴയ കൊയ്യാണിയിൽ നിന്ന് ഫ്രണ്ടിലൊരു, നിങ്ങൾക്കെല്ലാം അറിയാം, ഫ്രണ്ടിലൊരു വരാന്തയുണ്ട്. ആ വരാന്തയിലാണ് ഞങ്ങൾ പായൊക്കെ വിരിച്ച് ഉറങ്ങുന്നത് ഉത്സവത്തിന്. അതിൽ നിന്നും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പങ്കാശമാമിയുടെ ഭർത്താവ് രവിചേട്ടൻ്റെ KRP ലോറി ഉടമ, അന്നത്തെ വലിയ പ്രസിദ്ധമായ ലോറിയായിരുന്നു അവിടെ. മാമൻ ഞങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ടുപോയി മണക്കാട് ഫയൽമാനയുടെ പുട്ടുകറച്ചി വാങ്ങിച്ചു. അപ്പോൾ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പുട്ടുകറച്ചിയാണ് ഒരു സൈഡിൽ. അങ്ങനെ അത് കുറച്ച് ഉത്സവത്തിൻ്റെ കാര്യം. പിന്നെ അത് കഴിഞ്ഞുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ജഗതം മാമി പുതിയ വീട് വെച്ചത് 64 മറ്റോ മണ്ണടിച്ചിട്ടുണ്ട്. കടപ്പുറം മണൽ അവിടെ കിടന്ന് കളിച്ചതും ജയാക്കും പ്രസന്ന ചേച്ചിക്കും അരി അന്ന് ശോഭ കുറച്ചുകൂടെ ചെറുതാണ്. കാപ്പി മരങ്ങളാണ് മുഴുവൻ, അതിലൊക്കെ കയറി കളിച്ചതൊക്കെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കോളേജിലൊക്കെ ആയി, ഡിഗ്രിയൊക്കെ ആ സമയത്ത് അപ്പോഴും വരുമായിരുന്നു. കാരണം ഞാൻ PRD ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത വിവേകാനന്ദൻ, മധു, ബോംബെ മധു, ശോഭയുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ബോംബെയിൽ അന്ന് ഡയറക്റ്റ് ട്രെയിനില്ല, ബോംബെ ചെന്നിട്ട് പോകും. മധുവിൻ്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും, മാമി ഉൾപ്പെടെ താമസിച്ചത്. ഇവരെല്ലാവരും പയ്യാണി വരും, പയ്യാണിയില്ല ഈ പ്രസന്ന മുതൽ വരും. അവിടെ നിന്ന് ആഹാരമെല്ലാം കഴിക്കും. വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലം. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് പയ്യാണി വരുമ്പോൾ വിജയൻ ചേട്ടനുമായിട്ട് എനിക്ക് ഭയങ്കര ഒരു അടുപ്പവും സ്നേഹവും. ഉണ്ണി നമുക്ക് കോവളത്ത് പോവാടെ. ആദ്യമായിട്ട് കോവള 69 കാണും വിജയൻ ചേട്ടൻ കൊണ്ടുപോയാണ്. വിജയൻ ചേട്ടൻ, ശശിച്ചേട്ടൻ, ഞാൻ, ഒരു തേപ്പ് കട ചന്ദ്രൻ്റെ ആളുണ്ട്, ഒരു ഗുണ്ടാലീനാണ്. അയാളുടെ കൂടെ നേതൃത്വത്തിൽ ഒരു കൃഷ്ണപ്പൻ എന്ന് പറഞ്ഞു, അയാൾ നമ്മുടെ പ്രായമല്ല, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ കൃഷ്ണപ്പൻ, വിജയൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ കോവളത്ത് പോയി. അന്ന് കോവളത്തിൽ ചായക്കട പോലും ഇല്ല കഴിഞ്ഞിട്ടാ, അന്ന് ഒന്നുമില്ല. അന്ന് ബസ് പോലും വളരെ റെയറായിട്ടുള്ള ബസ്സുകൾ. അങ്ങനെ കോവളം കാണിച്ചത് വിജയൻ ചേട്ടൻ. ഞങ്ങൾ കോവളം കണ്ടി തിരിച്ചു പോകും. അപ്പോൾ അതൊരു ഓർമ്മ, അതൊക്കെ അന്നത്തെ കാര്യം. അത് കഴിഞ്ഞ് പിന്നെ അമ്മൂമ്മ മരിച്ചപ്പോൾ 71 മറ്റോ ഞങ്ങളെല്ലാവരും കുറേ കാലം അവിടെ ഉണ്ടായി. ആ സമയത്ത് നമുക്ക് ആഹാരമെല്ലാം തന്നത് ശ്യാമള ചേച്ചിയാണ്, രവിച്ചേട്ടൻ്റെ വൈഫ്. അന്ന് ശ്യാമള ചേച്ചി ഗർഭിണിയാണ്, ലേഖയാണെന്ന് വയറ്റിൽ മനസ്സിൽ. രാത്രി 10 മണി വരെ എല്ലാ ജോലി ചെയ്ത് ഉണ്ണി. അപ്പോൾ കല്യാണം കഴിഞ്ഞു നമുക്കത്ര ഒരു ബന്ധം തോന്നിയിട്ടില്ല.
ശ്യാമള ചേച്ചി വലിയ ബന്ധുവാണ്. നമ്മൾ പുണ്യ ആഹാരം കഴിച്ച് ഒരു ദിവസം കൊടുത്ത് ഞങ്ങൾക്കൊക്കെ ആഹാരം തന്നു രാത്രി പൂർണ്ണ വേറെവായിട്ടാണ്. ഈ നല്ല ഓർമ്മയാണ്. ശ്യാമള ചേച്ചി ഒന്നും മറക്കാൻ പോകില്ല. അതേപോലെ തന്നെ മങ്ങാശിയാണ്. നമ്മൾ എപ്പോൾ അവിടെ ചെന്നാലും ചേർന്ന് പശുവൊക്കെ പാല് മുളച്ചെഴുതി കലക്കി പാല് കുഞ്ഞ് ലഭ്യമായി മങ്ങാശിയാണ്. ഈ മാമനും മങ്ങാശിയാണ് എല്ലാ സമയത്തും ഓർക്കാതിരിക്കും ഈ സമയം. അപ്പോൾ ഈ മരിച്ച് അവിടെ പ്രസന്ന ചേച്ചിക്ക് ISRO അപ്പം വിജയിച്ചതിനൊക്കെ ജോലിയുണ്ട്. റീജിയന് ജോലിയുണ്ട്. ലഭിച്ചിട്ടുണ്ട്. ആരും പോകാൻ കൂടെയില്ല. അവസാനം എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ ISRO അന്ന് തേഴ്സാണ്, തുമ്പാക്കോറ്റോറിയൽ റോജിങ് അസോസിയേഷൻ. അന്ന് പ്രസന്ന ചേച്ചിയുടെ ഞാനാണ് പോയത്. ആർസൈൻസ് വരെ ബസ്സുള്ളൂ. അത് കഴിഞ്ഞ് ചെമ്മണ്ണ് വഴിയാണ്. ആർസൈൻസ് ഇറങ്ങി റെയിൽവേ ട്രാക്ക് വഴി നടന്നു. ഞാൻ പ്രസന്ന ചേച്ചി കൂടെ ഒരു സ്ത്രീ ഉണ്ട്, രമ. അവരെ കഥ പിന്നെ പറഞ്ഞു തരാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് അവിടെ ചെന്നു. ആസ്പെക്ട് ഷീറ്റ് അടിച്ച ISRO അന്ന് ഞങ്ങളെല്ലാം ഇരുത്തിയത്. വെള്ളം പോലും തന്നില്ല. 3 മണിയാണ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഈ രമ ആരെന്ന് പറഞ്ഞാൽ ഈച്ചര വാര്യയുടെ മകളാണ്. അന്ന് കൂടെ വന്നത് രാജനാണ്. പിന്നെ ഉരുട്ടിക്കൊലയിൽ നക്സലാണെന്ന് മരിച്ചു പോയി. പിന്നെ രമ സർവീസ് നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ. VRS എൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അത് ആ സമയത്ത് അങ്ങനെ ഒരു ഇതൊക്കെയാണ് അവസാനം വരെ മാമിയുടെ ഒരു ജീവിതം, ഒരു ശരിക്കും ഒരു റോൾ മോഡൽ ജീവിതം. രാജിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 12 വർഷം ആ പഴയ വീടുണ്ട് താമസിച്ചു. പിന്നെ 92 പുതിയ വീട് വെച്ച് ഇപ്പോഴും വരും. അപ്പോൾ അതൊക്കെ പിന്നെ അതിനിടയ്ക്ക് ശോഭയുടെ കല്യാണം, ഇന്ദിരാഗാന്ധിയുടെ അസൈസെല്ലാം കഴിഞ്ഞ് ഒരാഴ്ചക്കകത്ത് കല്യാണം. ഇന്ത്യ മുഴുവൻ കംപ്ലീറ്റ് സ്റ്റോപ്പായിരിക്കണം. ഇന്ത്യ മുഴുവൻ ഒരു വണ്ടിയില്ല. മലക്കരിക്കുള്ള വേലാമുള്ള പറഞ്ഞ് ശ്രീമാറെ മലക്കരിയൊന്നും കൊണ്ടുവരാക്കില്ല, കല്യാണം മാറ്റി വയ്ക്കാം. ആ കൂടെ വിഷമായി. അവസാനം അങ്ങനെ ലോറി കൊണ്ടുപോയി അങ്ങനെ മലക്കര കൊണ്ടു. 2 ഹാരത്തിന് വേണ്ടി എൻ്റെ അന്ന് SD ബൈക്ക് ശ്രീകുമാർ പറഞ്ഞ രാമപിള്ള രാമപിള്ള ശ്രീകുമാരൻ അയാൾ അനിയൻ രാധ, ഇവർ 2 കൂടെ ബൈക്കിൽ രാത്രി തോവളം പോയി ടോർച്ചടിച്ച് റോസാപ്പൂ പറിച്ചു കൊണ്ടുവന്ന് മാല കെട്ടി പിറ്റത്തേക്ക് റെഡിയായി. പക്ഷെ പിറ്റത്തേക്ക് ഈ ഓർഡർ ചെയ്ത് എല്ലാവരും കൊണ്ടുവന്നു. ഇഷ്ടം പോലെ മാല, ഇഷ്ടം പോലെ ആരും ഗംഭീരമായിട്ട് കല്യാണം നടന്നു. അപ്പം ഇങ്ങനെയെല്ലാം ചില നല്ല നല്ല ഓർമ്മകളുണ്ട് പൊയ്യാണി വീട്ടിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ പൊയ്യാണി കുടുംബം പക്ക നല്ല ഒരു റോൾ മോഡൽ കുടുംബം എന്നൊന്നും എനിക്ക് അവകാശമില്ല. അത്യാവശ്യം വേണ്ട എല്ലാ പ്രകടനങ്ങളും ഉണ്ട്, അത്യാവശ്യം പണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുകളിൽ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. ഏത് കാര്യം എടുത്തു പൊയ്യാണിയിൽ ഏത് കാര്യം വേണം ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി ഒറ്റക്കെട്ടായിട്ട് ആ കാര്യം സക്സസ് ആവും. അതൊരു കുടുംബത്തിൻ്റെ ഒരു വലിയ കഴിവാണ്. കാരണം നിങ്ങളെ കിഴക്കും വാതിക്കൽ അവൻ്റെ അമ്മയുടെ കുടുംബം ഒറ്റയ്ക്കും വലിയ മന്നെ നമ്മൾ അവരെടുത്ത് കാര്യം പറയണം. ഒന്ന് ചേട്ടാ എന്തിനാണ് കാര്യം ചോദിച്ചു. ഇപ്പോഴും അങ്ങനെയാണ്. എന്തൊരു കാര്യം വന്നാലും ഒരു ഫോൺ മെസ്സേജ് അതിന് മിടുക്കന്മാരുണ്ട് കേട്ടോ. കോൺഗ്രസിൻ്റെ ആൾക്കാരോ അതേപോലെ പൊയ്യാണി കുടുംബം നല്ല ഓർമ്മകൾ മാത്രമേ തന്നിട്ടുള്ളൂ. സജുവിൻ്റെ മോളെ അവിടെ പോയി 2 വർഷം അവിടെ നിന്നു. അവരെ ട്രാൻസ്ഫറായി നോക്കുമ്പോൾ അപ്പം ഇത് പറയണത് യങ്സ്റ്റേഴ്സിൻ്റെ വയസ്സായ രാജ്യത്തേക്കും വൃദ്ധജീവികൾക്ക് അറിയാമോ. അതെന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾ, പുതിയ തലമുറയുണ്ട്. ഇങ്ങനത്തെ കൂട്ടായ്മ നമ്മളൊക്കെ 100 വയസ്സ് തയ്ക്കുന്നത് ഷുഗറല്ല ഇല്ല. 100 വയസ്സില്ലെങ്കിൽ വർഷത്തിലേക്ക് ഒരു കുടുംബ സംഘം തിരുവല്ലയിലെ ക്രിസ്ത്യാനി കുടുംബം എല്ലാ വർഷമുള്ള 2 പ്രാവശ്യം കുടുംബ സംഘം നടത്തി. ഒരു ഒറ്റക്കെട്ടിന് വേണ്ടി കുടുംബ സംഘങ്ങളും നടത്തി നമ്മളെല്ലാം വിളിച്ചാൽ നമ്മൾ വരാം. ഇതൊക്കെയാണ് ഓർമ്മകൾ പറയാനുള്ളത്. പ്രത്യേകിച്ച് എല്ലാവരും വളരെ ആക്റ്റീവാണ്. കുമാർ കാനഡയിൽ 30 പ്രാവശ്യം വിളിച്ചെന്നത്. കുമാറെ മാമ എന്തിനാ അപ്പം എനിക്ക് വിചാരിക്കും റിലേഷൻ കാനഡയിലുള്ള ആൾക്ക് കുമാറിൻ്റെ ആശംസകളൂടെ ഇപ്പോൾ അറിയിക്കണമെന്ന് എനിക്ക് പറഞ്ഞു. മാമിയുടെ ജന്മദിനത്തിന് വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ചു. അപ്പം ആശംസകൾ അറിയിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ മണിക്കൂട്ട് ഏത് കാര്യത്തിനും നമുക്ക് അവൈലബിൾ ഇല്ല. ബാക്കിയുള്ളവർ കൂടെ സജോ അല്ലെങ്കിൽ മറ്റവരൊക്കെ ഓരോ സ്ഥലത്ത് UK, അമേരിക്ക അവരെ ആക്ടിവിറ്റി. അതേപോലെ രാകേഷ്
കല്യാണമായാലും ശരി, മരണമായാലും ശരി, സഞ്ജീവനായാലും ശരി, കല്യാണമായാലും ശരി, എല്ലാ കാര്യത്തിലും കൃത്യമായി തുടരാണ് ആവശ്യം. അപ്പം നിങ്ങളെല്ലാം കൂടെ നമ്മളെ കുടുംബത്തിനെ കുറച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഫ്ലക്സ് കെട്ടാനൊക്കെ എൻ്റെ ചൈതന്യ ഓഫീസ് ക്ലബിലെ വിജയകുമാരൻ നായരാണ് രാവിലെ 6 മുതൽ വന്നത്. അദ്ദേഹത്തിന് ഈ ഹോട്ടൽ പ്രശാന്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജർ അദ്ദേഹം വന്നിട്ടുണ്ട്. ഷാജി, അക്കാദമി മാനേജർ സജീവൻ, പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ അവിടെ ഹസൻ, അതെല്ലാം താഴെ വന്നു. ഗുരുവിൻ്റെ ചെയ്ത ഹാരിസ് വന്നിട്ട് എല്ലാവരെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് മാമയുടെ സുദനത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രസംഗം അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മൂമ്മയുടെ ആ സ്നേഹവും ഇതെല്ലാം ഒത്തിരി അനുഭവിച്ച ആൾക്കാർ കുടുംബത്തിന് മാത്രമല്ല കുടുംബത്തിന് വെളിയിലുണ്ട്. അപ്പൊ അച്ഛൻ ആശംസാ പ്രസംഗത്തിന്റെ കൂടെ ശോഭകുഞ്ഞമ്മയുടെ ചിറ്റപ്പന്റെ ഒരു സുഹൃത്തായ കവി കഴക്കൂട്ടം മോഹനന്റെ ഒരു കവിതയും കൂടെ ചൊല്ലുന്നുണ്ട്. അപ്പം ഓർമ്മകളുടെ തള്ളിക്കയറ്റമാണ് 1975 തൊട്ട് ഇന്ന് വരെ 49 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മരുമകനായിട്ട് അമ്മ എന്നെ കണ്ടിട്ടില്ല, മൂത്ത മകനായിട്ടേ കണ്ടിട്ടുള്ളൂ. തിരിച്ച് ഞാനും എന്തെല്ലാം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വരുമ്പോൾ 4 പെൺകുട്ടികളിൽ 3 പേരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അച്ഛനുള്ളകാൻ പക്ഷേ അധികം വൈകാതെ അകാലത്തിലത്തേക്കും പോയിട്ട് വന്നപ്പോൾ 3 പേരുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ശോഭയ്ക്കും മുന്തി പറഞ്ഞ പോലെ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചാലും എല്ലാം മംഗളമായിട്ട് നടന്നു. ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നമ്മൾ എല്ലാവരും നോക്കിയിട്ടുണ്ട്. എത്രയോ കാലം ശോഭയ്ക്ക് ഇന്ന് മൂക്ക് ഉയർത്താൽ ഉടനെ ഗുജറാത്തിലേക്ക് ഓടുന്നതാണ് ഞാനും അമ്മയും കൂടെ. ഞാൻ വിചാരിച്ചു 19 ശോഭ പറഞ്ഞ് ഞാൻ 21 തവണ അമ്മയും കൊണ്ട് ഓടുന്നതാണ്. എത്രയോ തവണ. അപ്പോൾ എല്ലാ കാര്യത്തിനും പോകാനായിട്ട് ഞാനെന്നും ജപിക്കുന്ന സൂക്തങ്ങളിൽ അവസാനിക്കുന്ന പ്രാർത്ഥന ശ്രീ വർച്ചസ്വം ആയുസ്വം ആരോഗ്യം ആവിദോക്ഷോഭമാനം മഹീയതേ ധാന്യം ധനം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഹു എന്നാണ്. അന്ന് കൃഷികാലത്ത് ഉള്ള പ്രാർത്ഥനയാണ്. ധനം വേണം, ധാന്യം വേണം, പശു വേണം, കാരണം കൃഷിക്ക് മൃഗങ്ങൾ വേണമല്ലോ, ധാന്യങ്ങളുണ്ടായിരിക്കണം. ബഹുപുത്രലാഭമാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്, കാരണം കൃഷി ചെയ്യാൻ ആൾ വേണം, അതുകൊണ്ടായിരിക്കും. നമുക്ക് ബഹു അല്ലെങ്കിലും 4 പുത്രന്മാരുണ്ടായില്ലേ, അത് നല്ലതാണ്. ഇപ്പോൾ 2 കുട്ടികൾ ഒന്ന് വേണ്ട എന്നുള്ള പരുവത്തിൽ നിൽക്കുമ്പോൾ ആ 4 പേരും ഇത്ര സന്തോഷമായിട്ട് ഇപ്പോൾ കഴിയുന്നു. ഇത് കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ ഏറ്റവും അവസാനം പറഞ്ഞ് ദീർഘമായുസ്, ആയുസ്സും ആരോഗ്യവും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. എൻ്റെ ഓർമ്മയിൽ ഇന്നവരെ ഞാൻ വന്ന പിന്നുള്ള ഞാൻ പറയുന്നത്, അമ്മ ഒറ്റ ദിവസം പോലും ആശുപത്രി അമ്മയ്ക്ക് വേണ്ടി കിടന്നിട്ടില്ല. പക്ഷേ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ദിവസം കിടന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്കൊക്കെ വേണ്ടി അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും തീരില്ല. അതുകൊണ്ട് വേണ്ട. അപ്പോൾ അമ്മയുടെ ആ മനസ്ഥിതി അതാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി,
അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളൂ. ഒരുപാട് അമ്മ ബന്ധുക്കളെ മാത്രമല്ല, ബന്ധുക്കളല്ലാത്തവരെ സഹായിച്ചത് എനിക്ക്. അങ്ങനെയുള്ളൊരു മാതാവിൻ്റെ കൂടെ ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടാനില്ല. അമ്മ എത്ര കാലം എനിക്ക് ജീവിച്ചിരിക്കുന്നു അത്ര കാലം ഇതുപോലെ ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ. ഒരു മുട്ടും അമ്മയ്ക്ക് ഉണ്ടാകരുത്, അമ്മയ്ക്കൊരു വിഷമം വരരുത് എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ ശോഭ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കുടുംബാംഗങ്ങൾ മാത്രം എന്നുള്ള ഒരു പരിപാടി അല്ലായിരുന്നെങ്കിൽ ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞേ. ഒരുപാട് പേര് വരാൻ തയ്യാറായിരുന്നവർ വരണ്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ടായി. അതിലൊരാളാണ് ഈ മോഹനൻ നായർ. നേരത്തെ സൂര്യ പറഞ്ഞ മോഹനൻ നായർ. ഞങ്ങൾ ഗുജറാത്തിൽ പോകുമ്പോൾ ഞാൻ എത്ര തവണ പോയിട്ടുണ്ട് അമ്മയെ കൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ 10-21 തവണ പോയിട്ടില്ല. ചെല്ലുമ്പോഴൊക്കെ അമ്മയെ കാണാൻ ഓടി വരുന്ന ഒരാളാണിത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. ആ കാലത്ത് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ 82-ലെ ശോഭ ആദ്യം വന്ന് അന്ന് ചെല്ലുമ്പോൾ ഒരു ചെറുപ്പമാണ്, കൊച്ചു കുട്ടികളായിട്ടുള്ള 2 മക്കളാണ് ഉള്ളത്. അന്ന് തൊട്ടുള്ള ആ സ്നേഹം ഇന്നും ആ സ്നേഹം നിലനിൽക്കുന്നു. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് മകനും ഇവിടെ ഒരു ടെക്നോ പാർക്കിൽ മകളുടെ മകന് ടെക്നോ പാർക്കിൽ ഒരു ആഴ്ചത്തെ എന്തോ ട്രെയിനിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞയച്ച് 3 ആഴ്ച ഒരു മാസാകാറായി അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. അദ്ദേഹം അമ്മയെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്, അത് വായിക്കണം എന്നാണ് പറഞ്ഞത്. അമ്മയെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെ ഒന്നും തീരൂല, അത്രയ്ക്ക് എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതിനുള്ളൊരു സന്ദർഭമല്ല, അത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ സ്നേഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മയോട് ഞങ്ങൾ കാണിക്കുന്ന പോലെ തന്നെയാണ്. കാലത്ത് ഞാൻ കുറിച്ച് അമ്പലത്തിൽ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസാദവും തൊട്ട് കുടിക്കുന്ന തൊട്ട് എല്ലാ കാര്യത്തിനും അമ്മയുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ അനുഗ്രഹം ഭഗവാൻ എന്നും എനിക്ക് തരണം എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അമ്മയ്ക്ക് ഒരു അസുഖം വരാതെ ശിഷ്ടകാലം എത്രയുണ്ടോ അത്ര കാലവും സുഖമായിരിക്കാൻ വീണ്ടും ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കവിത ഞാൻ എന്നാലാവുന്നത് ചൊല്ലാം, എനിക്ക് അറിഞ്ഞുകൂടായെങ്കിലും അദ്ദേഹം അത് വായിക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത് ശോഭയുടെ കൊടുത്തേച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചു. അമ്മയ്ക്കൊരായിരം അഭിവാദ്യമർപ്പിക്കും അനുപമ സുന്ദര മംഗളം നേരിട്ട 100-ാം പിറന്നാൾ നിറവിലാണമ്മ. 100-ാം പിറന്നാൾ നിറവിലാണമ്മ. നിരൂപമാനന്ദ പൂരപ്പെരുമതാൻ പൂർവജന്മങ്ങളിൽ പൊന്നമ്മ ചെയ്തൊരു പുണ്യങ്ങളെന്തിക പൂത്തുല്ലസിച്ചിടും. പൂർവജന്മങ്ങളിൽ പൊന്നമ്മ ചെയ്തൊരു പുണ്യങ്ങളെന്തിക പൂത്തുല്ലസിച്ചിടും. വീരോചിതമായി ഇന്നമ്മ നേടിയ സെഞ്ചുറി കണ്ടിട്ടുള്ളം തുളുമ്പിടും. വീരോചിതമായി ഇന്നമ്മ നേടിയ സെഞ്ചുറി കണ്ടിട്ടുള്ളം തുളുമ്പിടും. ഇനിയൊരു 50 റണ്ണുകൂടി, ഇനിയൊരു 50 റണ്ണുകൂടി ഇവിടെ അടിച്ച് തകർത്തു മുന്നേറണം. ആത്മാവിൻ സുന്ദര സുരഭില സൂനങ്ങൾ ആമോദപൂർവം പറിച്ചൊരാ പൂക്കളാൽ. ആത്മാവിൻ സുന്ദര സുരഭില സൂനങ്ങൾ ആമോദപൂർവം പറിച്ചൊരാ പൂക്കളാൽ അന്യുനമായൊരു പൂച്ചെണ്ടു നിർമ്മിച്ച് അമ്മതൻ കൈകളിൽ അർപ്പിച്ചിടുന്നു ഞാൻ. അമ്മതൻ പരമമാം പാദാരവിന്ദത്തിൽ അത്യാദരപൂർവം ഞാൻ നമിച്ചിടുന്നു. ശ്രീവരാധീരെ മാതാവേ താവക ശ്രീമുഖ ദർശനാൽ ധന്യത പൂകട്ടെ. ശ്രീവരാഗത്തിലെ മാതാവേ താവക ശ്രീമുഖ ദർശനാൽ ധന്യത പൂകട്ടെ.
സ്നേഹവാത്സല്യങ്ങൾ സ്വീകരിച്ചിടണേ, സ്നേഹവാത്സല്യങ്ങൾ സ്വീകരിച്ചിടണേ. സാദരാൽ മാതേ അനുഗ്രഹിച്ചിടണേ, സ്നേഹവാത്സല്യങ്ങൾ സ്വീകരിച്ചിടണേ. സാദരാൽ മാതേ അനുഗ്രഹിച്ചിടണേ. മഞ്ഞുപോൽ ആർദ്രമം മനസ്സുള്ളൊരമ്മേ നീ, മാണിക്യം പോലെ ജ്വലിച്ചു നിന്നിടുക. മഞ്ഞുപോൽ ആർദ്രമം മനസ്സുള്ളൊരമ്മേ നീ, മാണിക്യം പോലെ ജ്വലിച്ചു നിന്നിടുക. ശ്രീപത്മനാഭ അനുഗ്രഹത്താൽ അമ്മ ആരോഗ്യവതിയായി വാണിടട്ടെ. ശ്രീപത്മനാഭാനുഗ്രഹത്താൽ അമ്മ ആരോഗ്യവതിയായി വാണിടട്ടെ, ആരോഗ്യവതിയായി വാണിടട്ടെ, എന്നും ആരോഗ്യവതിയായി വാണിടട്ടെ. ആദരപൂർവം കഴക്കൂട്ടം മോഹനചന്ദ്രൻ നായർ. അതിൽ എഴുതിയിട്ടുണ്ട്, കുഞ്ഞമ്മ ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയായിട്ടും എല്ലാവരുടെയും വകയായിട്ടും പുള്ളിയോട് നന്ദി അറിയിക്കണം. അടുത്തതായിട്ട് വിജയമാമൻ ആശംസ പ്രസംഗം. അഭിമാനം ഉണ്ടാകുന്ന ഒരു നിമിഷം കാണുന്നു. നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ ഈ 100 വയസ്സൊക്കെ ആഘോഷിക്കുന്നവരുടെ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യം, ആ ഭാഗ്യമാണ്. അവരുടെ ഭാഗ്യം കൊണ്ട് അവർ 100 വയസ്സ് തികയ്ക്കുന്നുണ്ടെങ്കിലും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാഗ്യം തന്നെയാണ്. അത്രയേറെ സന്തുഷ്ടനാണ്. വളരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ ചില ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം പറഞ്ഞ് പലർക്കും താല്പര്യമില്ലാത്ത സബ്ജക്റ്റും ആയിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ മാത്രം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. എങ്കിലും ചിലത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യം ഓർമ്മ വരുന്നത് വസനേച്ചിയുടെ കല്യാണത്തിന് തലയ്ക്ക് തലേദിവസം മറ്റുകൊണ്ട് ദീപാവലി പടക്കം പൊട്ടിച്ച് കൈ മുഴുവൻ പൊള്ളിച്ചു. ഞാൻ കൈ മുഴുവൻ പൊള്ളിച്ചു. അത് പിന്നീട് വസനേച്ചിയുടെ കല്യാണത്തിന് 3 ദിവസത്തിന് മുമ്പുള്ള ദീപാവലി. അന്ന് കുഞ്ഞമ്മയാണ് തേൻ പുരട്ടി ശുശ്രൂഷിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പ്രസന്നഭവനി വന്ന് കൊളുത്തി പൊട്ടിച്ചത്. അത് സ്ഥിരം പരിപാടിയായി മാറി. ഞാൻ ഇപ്പോഴും പടക്കം പൊട്ടിച്ച കൈ പൊള്ളിക്കുന്നുണ്ട്. അതൊന്ന്. അത് കഴിഞ്ഞ് SLC കഴിഞ്ഞ് കോളേജ് അഡ്മിഷൻ വേണ്ടാന്നുള്ളൊരു സ്റ്റേജിലെത്തിയിരുന്നു. ആ വേണ്ടാന്നുള്ള സ്റ്റേജിലെത്തിയിട്ടും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ ഒരു അസിസ്റ്റൻറ്റും ഓഫീസിൽ രണ്ടുപേരും കൂടെ പോയി ആർട്സ് കോളേജിൽ പോയി അഡ്മിഷൻ ശരിയാക്കി. പക്ഷെ പിന്നീടും അത് നടന്നില്ല. അപ്പോഴാണ് കുഞ്ഞമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദാസാറിനോട് കുഞ്ഞമ്മ ഇത് പറഞ്ഞത്. ഇവൻ നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണ്, പക്ഷെ അവന് കോളേജിലൊന്നും ശരിയാകുന്നില്ല. എന്ത് കാരണം കൊണ്ടെന്നല്ല, കാരണമൊക്കെ പോട്ടെ. അപ്പോൾ ദാസാർ പറഞ്ഞു സംസ്കൃത കോളേജിൽ ചേർന്ന് 7.25 രൂപ ഫീസ് കൊടുത്താൽ 45 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും. അങ്ങനെയാണ് എന്നെ സംസ്കൃത കോളേജിൽ വിട്ടത്. പക്ഷെ ദോഷം പറയരുത്, 7 കൊല്ലം അവിടെ പഠിച്ചത്. 7 കൊല്ലവും ഈ ഓരോ വർഷവും 10 മാസം വീതം 450 രൂപ വീതം വിറ്റുണ്ട്. അന്ന് 45 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റിനേക്കാൾ കൂടുതൽ ആശ. 64 1960. അതിനും ഒരു കാരണക്കാരി കുഞ്ഞമ്മ തന്നെയായിരുന്നു. കുഞ്ഞിലെ ആകെ 2 വീട്ടിലേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടുള്ളൂ. ഒന്ന് മണക്കാട് കുഞ്ഞമ്മയുടെ കൂടെയും പിന്നൊന്ന് പഴവങ്ങാടിയും പൊന്നുമാവൻ്റെ കൂടെയും. ഇത് രണ്ടും ഓർമ്മകളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിലും ഒന്നും പോകുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വീട് വെച്ചു. വീട് വെപ്പ് പകുതിയിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ളൊരു ധാരണയിൽ നിന്നപ്പോഴാണ് കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തരുന്നത്. ശോഭയുടെ കല്യാണത്തിന് തന്നാൽ മതി, അതുവരെ നീ വെച്ചോ, എന്ത് വേണേലും ചെയ്തു. ശോഭയുടെ കല്യാണത്തിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തത്. പക്ഷേ എങ്കിലും ആ വീട് വയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന ആ സഹായം എവിടെ നിന്നും ഒരിടത്തു നിന്നും സഹായം കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു
അതൊക്കെ അന്ന് ഇതല്ല. ഇതിനെല്ലാം ഒരു കാരണം പറയുന്നത് കുഞ്ഞമ്മ തന്നെ പറയുന്നുണ്ട്, വയറ്റാട്ടി വിജയനെ പ്രസവിച്ചിട്ട് കൊണ്ടുവന്നത് എൻ്റെ കയ്യിലാണ്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ചൂടും ആദ്യം കിട്ടിയ സ്നേഹവും കുഞ്ഞമ്മയുടേതാണ്. അത് തന്നെയാണ് കാരണം. കുഞ്ഞമ്മയ്ക്കും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് കുഞ്ഞമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്. കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരമ്മ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. കുഞ്ഞമ്മയ്ക്ക് പെൺമക്കൾ മാത്രമായതുകൊണ്ട് അന്നും പറയും ഇവ എൻ്റെ മോനാന്ന്. ഞാനും അത് തന്നെ പറയുന്നു, ഞാൻ കുഞ്ഞമ്മയുടെ മകൻ തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. എൻ്റെ മക്കൾക്കും അതറിയാം. അതുകൊണ്ടാണ് അവരും ഇടയ്ക്ക് കുഞ്ഞമ്മയെ കാണാൻ പോകുന്നത്. അവർ ഒരിടവും പോകാത്ത പാർട്ടികളാണ്. കാരണം അവരുടെ ജോലി, അവരുടെ ഇതും ഒരു വേറെ സ്റ്റൈലാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരെല്ലാം കുഞ്ഞമ്മയെ കാണാൻ പോകും. കാരണം ഇതാണ്, എന്നെ അമ്മ തന്നെയാണ് അതെന്ന് അവർക്കും അറിയാം. ഞാൻ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞമ്മയുടെ ഈ 100ാം ജന്മദിനത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. കുഞ്ഞമ്മയുടെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, കുഞ്ഞമ്മയ്ക്ക് ഇനിയും കൂടുതൽ ആരോഗ്യത്തോടു കൂടിയുള്ള ജന്മദിനങ്ങൾ ഉണ്ടാകട്ടെ. കുഞ്ഞമ്മയുടെ ആരോഗ്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നിടത്തോളം കാലമുള്ള ജന്മദിനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. സർവേശ്വരൻ പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞമ്മയെ ഈശ്വരൻ അനുഗ്രഹിച്ചതാണ്. കാരണം ചിറ്റപ്പൻ്റെ മരണം ഒഴികെ ബാക്കി കാര്യമായ ഒരു പ്രശ്നവും കുഞ്ഞമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. കുഞ്ഞമ്മയുടെ മക്കൾ എല്ലാം നല്ല നിലയിലെത്തി. മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ എല്ലാം രീതിയിലാണ്. ഏറ്റവും ഇളയ സന്താനം അഞ്ജുവിൻ്റെ കുഞ്ഞു വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും യങ്ങസ്റ്റ്, അതും എത്തിയിട്ടുണ്ട്. എങ്കിലും അശ്വതി, ശ്രീജു രണ്ടുമൂന്നുപേരുടെ അസാന്നിധ്യവും ഉണ്ട് കാണാൻ. ഇല്ല അത് തന്നെ വിസ പ്രശ്നമൊക്കെയാണ്. എങ്കിലും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കുഞ്ഞമ്മ എല്ലാ രീതിയിലും ഭാഗ്യവതി തന്നെയാണ്. കുഞ്ഞമ്മ ഈശ്വരൻ നന്നായിട്ട് കടാക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു മരണം ഒഴികെ, ചിറ്റപ്പൻ്റെ മരണം ഒഴികെ എല്ലാ കാര്യത്തിലും കുഞ്ഞമ്മയെ കടാക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞമ്മയ്ക്ക് ഇനിയും സന്തോഷത്തോടു കൂടി സംതൃപ്തമായ ആരോഗ്യത്തോടു കൂടിയുള്ള ഇനിയും ജന്മദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി വിജയമാമൻ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, അമ്മമ്മയ്ക്ക് 100 വയസ്സ്, കുഞ്ഞിന് പ്രായമായിട്ടില്ല. 100 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അതൊരു വലിയ ജനറേഷൻ അച്ചീവ്മെന്റ് ആണ് നമ്മൾ പറയുമ്പോഴത്തേക്കിന്. ശരിക്കും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. 100 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അടുത്തായിട്ട് ഞാൻ ഗോപി ചിറ്റപ്പനെ ആശംസ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന എല്ലാ വിനീത നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അവസരത്തിൽ 100ന്റെ നിൽക്കുന്ന അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജന്മദിനാശംസകൾ അർപ്പിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ 39 വർഷമായിട്ടുള്ള പരിചയമാണ് എനിക്ക് അമ്മയുമായിട്ടുള്ളത്. ഇതിനിടയ്ക്ക് 21 പ്രാവശ്യം അമ്മ ഗുജറാത്തിൽ വന്ന് ഞങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കുചേർന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളും മലയാളികളല്ലാത്ത എല്ലാവരും ഒരു പ്രാവശ്യം അമ്മയെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അമ്മയെ വലിയ കാര്യമായിരുന്നു. അതിൽ കുറേ ആൾക്കാർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആശംസകളും അതിൻ്റെ ഉപകാരങ്ങളും തന്നയച്ചിരുന്നു. പിന്നെ എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. കാരണം അമ്മയുടെ ജന്മദിനാശംസയ്ക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ
ഇവിടെ കണ്ടു. എനിക്ക് അതിൽ വലിയ സന്തോഷമാണ്. കാരണം എല്ലാവരും നല്ലതേ എന്നെ പറ്റി പറയുന്നുള്ളൂ. ദേഷ്യമൊന്നും ഉണ്ട്, അതൊന്നും അവരെടുത്ത് കാണിച്ചിട്ടില്ല എന്നുള്ള ഇത്. പിന്നെ മോനെ കൂടെ വന്ന് എന്നെ അന്വേഷിച്ചു. ഞാൻ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാനൊന്നും പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷെ എനിക്ക് കുഞ്ഞമ്മച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാതെ പോയാൽ തീർച്ചയായിട്ടും ഭയങ്കര ഒരു പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചത്. ഇപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഒന്നും അങ്ങനെ വലിയ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അച്ഛനിങ്ങനെ ഇരിക്കും, ഒന്ന് അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനെ കൊണ്ടൊന്നും പഴയ ഓർമ്മകളൊന്നും പറയാനുള്ള ആരോഗ്യമില്ല. പിന്നെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് 2 വാക്ക് സംസാരിച്ചേനെ. എനിക്ക് പറയാനുള്ളത്, വിജയൻ ചിറ്റപ്പൻ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, കുഞ്ഞമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു താങ്ങായിരുന്നു എന്നുള്ളത്. എപ്പോഴും പറയുമായിരുന്നു. ഞങ്ങളെ വീട് വെക്കണ സമയത്തും അങ്ങനെ ഓരോ സമയത്തും കുഞ്ഞമ്മച്ചിയെ കൊണ്ടുള്ള അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഉപകാരം, അത് അമ്മയെ കൂടെ ഞങ്ങൾ 3 മക്കൾ പറഞ്ഞവരാണ്. അതുപോലെ തന്നെ പഴയ ഓർമ്മകളിലോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിന്നിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ജനിച്ചപ്പോഴത്തേക്കുള്ള അവസ്ഥ എന്തായിരുന്നു, അതിൽ നിന്ന് എങ്ങനെയാണ്, ആരാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിൽ പ്രധാനമായിട്ട് പങ്കുവഹിച്ച ഒരു വ്യക്തി തന്നെയാണ് കുഞ്ഞമ്മച്ചിയാണ് 10-12 ദിവസം വരെ എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നത്. അതേ കുഞ്ഞമ്മച്ചിയെ ഞങ്ങൾ വീണ്ടും കണ്ടത് ഞങ്ങളുടെ കല്യാണം, എൻ്റെ കല്യാണം അടുപ്പിച്ച് അമ്മയ്ക്ക് അന്ന് ജോലിയുണ്ട്. ഇപ്പൊ സ്വർണ്ണമൊക്കെ വീട്ടിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ പോലെ ലോക്കർ സൗകര്യങ്ങളൊന്നും അത്രത്തോളം ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലാണ് സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അച്ഛൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞമ്മച്ചിയും വലിയമ്മയും 2 ആഴ്ച ഞങ്ങളുടെ അവിടെ വന്ന് ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കണ പോലെയാണ്. കാരണം ആ വീട് നമ്മൾ കുഞ്ഞമ്മച്ചി ഏൽപ്പിച്ച് പോവുകയാണ്. ആര് ചെയ്യും ഇങ്ങനെ? ഈ കാലത്ത് ആരെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. സ്വന്തം ഗ്രാൻഡ് പേരൻസിന് നമുക്ക് കിട്ടും, പക്ഷെ ബാക്കി ആരെങ്കിലും ഇങ്ങനെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് വലിയ സംശയമാണ്. പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഉൾപ്പെട്ടാൽ ഞാൻ പറയുകയാണ്, ആരും ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഇങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. അതുപോലെ കൊച്ചപ്പൂപ്പനാണെങ്കിൽ ഞങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ അവിടെ പൊയ്യാണി വരുന്ന സമയത്ത് നമുക്ക് ഓണത്തിൻ്റെ സമയത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അന്ന് അനിമോളില്ല, ഞങ്ങൾക്ക് 2 പേർക്കും വളം വാങ്ങിക്കാൻ പൈസയൊക്കെ തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ കുഞ്ഞുനാളിലെ വലിയ വലിയ ഓർമ്മകളാണ്. അപ്പോൾ എപ്പോഴും വന്ന് കുഞ്ഞമ്മച്ചിയെ കാണണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ വിചാരം മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കണില്ല. അതാണ് സത്യം. ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തുക, പിന്നെ വീട്ടിലെ കാര്യമായി, പിന്നെ അടുത്ത ജോലിക്ക് വരിക. ഈ ഒരു റുട്ടീൻ ആകുമ്പോൾ നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ട്. അതിനകത്ത് വിട്ടുപോകണമെന്ന് പറയാൻ പറ്റൂല. എപ്പോഴും മനസ്സിലുണ്ട്, കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട്. അച്ഛനാണെങ്കിൽ ഇന്ന് രാവിലെ വരെ പിന്നെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് പോലും പോകാൻ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് താമസിച്ച് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ ഞാൻ എന്നിട്ട് എഴുതി കൊടുത്തു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥത തരില്ല, ചോദിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പല സംശയം. ഇപ്പം പോകണമെന്ന് പറയും, രാത്രി 12 മണിക്ക് കുളിക്കാനും വരെ നിൽക്കുന്ന ആളാണ്. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുതി കൊടുത്തു, കുഞ്ഞമ്മച്ചിയുടെ 100ാം പിറന്നാളാണ്, നമുക്ക് പോകണം. പിന്നെ അപ്പോൾ ഒന്ന് എണീറ്റ് വായിക്കാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് വയ്യാന്ന് പറഞ്ഞിരുന്ന ആളാണ്. ആ കിടക്കയിൽ കിടന്നാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എപ്പോൾ പോകണം. ഉടനെ തന്നെ പിന്നെ പോകാനായിട്ടുള്ള 10 മണിയായിട്ടാണ് ഞാൻ അറിയിച്ചത്. കാരണം നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മാത്രമല്ല അച്ഛൻ നോക്കണ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്.
അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ ദിവസം കുഞ്ഞമ്മച്ചിയെ സംബന്ധിച്ച് വേറൊരു കാര്യം, വലിയൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാത്തതായിട്ടാണ് എനിക്ക് കുഞ്ഞമ്മച്ചിയെ കുറിച്ച് അറിയാവുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്തായാലും കുഞ്ഞമ്മച്ചിയെ ഇത്രയും നാള് ഈശ്വരൻ വളരെ കാര്യമായിട്ട് പരിപാലിച്ചു. അതേപോലെ കുഞ്ഞമ്മച്ചിക്ക് തുടർന്നുള്ള ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. കുഞ്ഞമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി 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 പറയാനുണ്ട്. ഏത് കാര്യത്തിനും കുഞ്ഞമ്മ നമ്മളോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വയ്യാതെ കിടക്കുമ്പോൾ കുഞ്ഞമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂരൊക്കെ മക്കളെ അന്വേഷിച്ച് പോയത്. അതൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ആദ്യകാലത്ത് കുഞ്ഞമ്മ ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരു 10:30 മണിയാകുമ്പോൾ ഞങ്ങൾ പോകും അവിടെ. എന്തിനാന്ന് വെച്ചാലേ ഒരു വടയും ചായയും കിട്ടും ഓഫീസിൽ നിന്ന്. അതും വാങ്ങിച്ച് ഇപ്പുറത്ത് കോട്ടയ്ക്കകത്ത് ആശുപത്രിയിൽ കയറി ഒരു കുപ്പി മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. മരുന്ന് വാങ്ങിക്കുന്നത് വെറുതെയാണ്, ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ പോകുന്നത് ഈ വടയും ചായയും കിട്ടും. അന്ന് മുതൽ ഇന്ന് വരെയും കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. പ്രത്യേകിച്ചും കുഞ്ഞമ്മ ചിറ്റപ്പനൊക്കെ ഉള്ളപ്പോഴേ ഏത് കാര്യത്തിനും, നമ്മുടെ കാര്യത്തിനും അമ്മയെ വളരെയധികം ബഹുമാനിച്ച് തന്നെയാണ് എല്ലാവരും കൊണ്ട് നടന്നതും. എല്ലാ കാര്യങ്ങളിലും കുഞ്ഞമ്മ സഹകരിച്ചത് കൊണ്ട് ഒരുപാട് പറയാൻ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അറിയാം, അവരവരുടെ മനസ്സിലറിയാം കുഞ്ഞമ്മ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെ നന്മകളാണ് കുഞ്ഞമ്മയിൽ ഉള്ളതെന്നും. ഇന്ന് മണക്കാട് താമസിക്കാൻ വരെ ഇവിടെ നിന്ന് ഞാൻ പോയി അവിടെ നിന്ന് 5-6 ദിവസം അവിടെ നിന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ചെറുപ്പത്തിൽ അച്ഛൻ മലയ്ക്ക് പോകുന്ന സമയം അന്ന് മുതൽ ഇന്ന് വരെയും ഒരു വ്യത്യാസമില്ലാത്ത ഒരു സ്വഭാവ ഗുണവും ഉള്ള ഒരു ആളാണ് കുഞ്ഞമ്മ. അതുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് ഇനിയും ആരോഗ്യത്തോടെ കുഞ്ഞമ്മ ഇനി കുറേ നാളിരുന്നാൽ ഞങ്ങൾക്ക് കാണാം. അതിൻ്റെ അനുഗ്രഹം കുഞ്ഞമ്മയ്ക്ക് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ എല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കൂട്ടായ്മ കുഞ്ഞമ്മച്ചിയുടെ പേര് സംഘടിപ്പിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ കുഞ്ഞമ്മച്ചിയെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം അമ്മ ചോദിക്കും ബസ്സൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സർക്കുലർ ബസ്സുണ്ട്. അപ്പോൾ അത് വന്ന് വയലിക്കട ഇറങ്ങി കുഞ്ഞമ്മച്ചി നടന്ന് വീട്ടിൽ വരും. തിരിച്ച് ആ ബസ് കറങ്ങി വരുമ്പോൾ കുഞ്ഞമ്മച്ചി പോവുകയും ചെയ്യും. എങ്കിലും ഇത് ഒരു കൂടെ കുഞ്ഞമ്മച്ചി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ചേച്ചിയുടെ കല്യാണ കാര്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കല്യാണ സമയത്ത് കുഞ്ഞമ്മച്ചി ഒരാഴ്ചയോളം വീട്ടിലുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞങ്ങൾക്കെല്ലാം ഒരു താങ്ങായിരുന്നു. ഞങ്ങൾ കൂടുതൽ അറിയുന്നതും ഞങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ അമ്മ പറയുന്ന നല്ല വാക്കുകളിലൂടെ ആയിരുന്നു. ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ഓർമ്മ വരികയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ചൊക്കെയാണ് അമ്മ മരിച്ചത്. ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരുപാട് സങ്കടം തോന്നുന്ന കാര്യമാണെങ്കിലും പെട്ടെന്ന് അമ്മയെ ഓർത്തുപോയി. കുഞ്ഞമ്മച്ചിക്ക് നല്ലൊരു മനസ്സുണ്ട്, ഞങ്ങൾക്കറിയാം. അത് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും 2 വാക്ക് പറയാൻ ഉണ്ണിമാവ് പറഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നി. എല്ലാ അനുഗ്രഹങ്ങളും ദീർഘായുസ്സും ഒക്കെ ഇനിയും ദൈവം എത്ര നാൾ ജീവിച്ചിരുന്നാലും ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും വരദാനവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേച്ചിയൊക്കെ അനിയത്തിയൊക്കെ ഒരുപാട് കണ്ടതാണ്. അമ്മയുടെ സാക്രിഫൈസ്, അമ്മ അനുഭവിച്ചതൊക്കെ ഒരുപാട് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പുറകെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കും എന്നുള്ളത് നല്ല ധാരണയുള്ളതാണ്. കുഞ്ഞമ്മച്ചിക്ക് വാസ്തവത്തിൽ ദൈവം ഈ ഒരു ആരോഗ്യം
ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദൈവം നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുഞ്ഞമ്മച്ചിയെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഓർമ്മകളാണുള്ളത്. അത് പലരും കണ്ണു നിറയുന്ന അനുഭവങ്ങളിലേക്ക് കൂടെ കടന്നു പോയപ്പോൾ നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കാനായിട്ട് കുഞ്ഞമ്മച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അത് എപ്പോഴും നമ്മൾ മനസ്സിൽ എപ്പോഴും ഒരു വിഗ്രഹം പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഇനിയും കുഞ്ഞമ്മച്ചിക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലവും കുഞ്ഞമ്മച്ചിയുടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽക്കും. ഒരിക്കലും മറക്കില്ല. വയസ്സ് എന്ന് പൂർത്തിയാക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞമ്മച്ചിക്ക് എല്ലാവിധ ആശംസകളും ജന്മദിനാശംസകളും നേരുന്നു. കുഞ്ഞമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മകൾ എനിക്ക് തുടങ്ങുന്നത് ഒരു സന്തോഷകരമായ ഒരു ഓർമ്മയല്ല എനിക്ക് ഏറ്റവും പഴയതായിട്ടുള്ളത്. എൻ്റെ ഏറ്റവും പഴയ ഓർമ്മ ഭർത്താവിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു കുഞ്ഞമ്മച്ചി. അന്ന് ഞാൻ വിചാരിച്ചു എല്ലാ ഭർത്താക്കന്മാരും മരിക്കുമ്പോൾ ഭാര്യമാർ കൂടെ കിടക്കുമെന്നാണ്. കാരണം ഞാൻ ആകെ കണ്ടിട്ടുള്ള ഒരു ഭാര്യ കുഞ്ഞമ്മച്ചിയായിരുന്നു. കൊച്ചുറ്റപ്പൻ്റെ തൊട്ടടുത്ത് കിടക്കുകയായിരുന്നു കുഞ്ഞമ്മച്ചിയാണ് ബോഡി എടുക്കുന്നത് വരെ. എൻ്റെ തീരെ ചെറിയൊരു പ്രായത്തിലുള്ള ഒരു ഓർമ്മയായിരുന്നു. ഞാൻ ആദ്യമായി കണ്ട ഒരു എന്താ പറയുക അവസാനത്തെ ചടങ്ങും അതായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഇത്രയധികം സ്നേഹം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉണ്ടാവുമ്പോൾ കൂടെ കിടന്ന് കുഞ്ഞമ്മച്ചി അവിടെ കിടക്കുന്ന ആ കാഴ്ച ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് അന്നും എനിക്ക് തോന്നുന്നു അതിനുശേഷം കുഞ്ഞമ്മച്ചിയുടെ മുടിയൊക്കെ നരച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായിട്ടുള്ള നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് കൂടുതലും കുഞ്ഞമ്മച്ചി എൻ്റെ അമ്മുമ്മയെ കാണാൻ വരുന്നതാണ്. അമ്മുമ്മയെ കാണാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലുള്ള ഏകദേശം ഒരു ദിവസത്തെ ഗ്യാപ്പേ കാണുള്ളൂ. എന്നാൽ പോലും ആ ഗ്യാപ്പിൽ കുഞ്ഞമ്മച്ചിക്ക് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം പങ്കുവെക്കുമായിരുന്നു. ഞാൻ ഇന്ന് എൻ്റെ മക്കളോട് എപ്പോഴും പറയും സഹോദരിമാരെ കാണണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കാണണമെന്ന്. കാരണം എന്ന് വെച്ചാല് എന്നും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമ്മച്ചി, ഞാൻ ബേബി അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, രണ്ടാമത്തെ ബേബി അമ്മച്ചിയും അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞമ്മച്ചിയെ വിളിക്കും. കുഞ്ഞമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അന്നൊരു ചെറിയ ഗേറ്റാണ്. അവിടെ വരുമ്പോൾ എൻ്റെ അമ്മൂമ്മ ഒരേപോലെ പുളിയിലക്കര മുണ്ട് കൊടുത്ത് ഈ 3 പേരും കൂടി മുക്കോലക്കൽ ക്ഷേത്രം വരെ ഒരു പോക്കുണ്ട്. അതൊരു കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ആ പൊയ്യാണിയിലെ സ്ത്രീജനങ്ങളുടെ ആ ഒരു പ്രൗഢിയും എല്ലാം അവർ 3 പേരിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇവർ 3 പേരും പോകും, അവിടെ കാണുന്ന സകല നാട്ടുകാരോടും സംസാരിക്കും, തിരിച്ച് വളരെ താമസിച്ച് എല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കോവിലിലെ പോറ്റേ വരെ നല്ലപോലെ ഉപദേശിച്ച് ശരിയാക്കിയിട്ട് ഇവർ 3 പേരും തിരിച്ചു വരും. ഇതൊരു വലിയ കാഴ്ചയായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കോവിലിപ്പോൾ സമ്മതിക്കത്തില്ല. അച്ഛൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ പ്രായമായി എന്ന് അറിയിക്കാനാണ് കോവിലിൽ പോകുന്നത്. അത് വേണ്ട, നീ പോകരുതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു അമ്പലവാസിയല്ല. പക്ഷെ എൻ്റെ ഈ അമ്മൂമ്മമാര് 3 പേരുടെയും പോക്കും വരവും ഞാൻ പ്രതീക്ഷിച്ച് നടയിൽ നിൽക്കുമായിരുന്നു. കാരണം ഇവരുടെ പോക്ക് കാണാൻ ഒരു സുഖമാണ്, വരവ് കാണാൻ ഒരു സുഖമാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്മച്ചിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അമ്മച്ചി അകാലത്തിന് പോയി. അപ്പോഴും ഇവര് 2 പേരും അപ്പോഴും ആരോഗ്യമുള്ള സമയം അത്രയും ഇവരുടെ ആ കൂട്ടും ഇവരുടെ ഈ സംസാരങ്ങളും ഇവരുടെ ദുഃഖം പങ്കുവെക്കലും എനിക്ക് വളരെ അധികം എന്ന് വെച്ചാൽ ഒരു സഹോദരിമാരും ഇത്ര പ്ലെയിൻ ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ പരസ്പരം പറയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞു പിന്നെ തീർച്ചയായും കുഞ്ഞമ്മച്ചി ചെയ്ത സുഹൃതം തന്നെയാണത്. പിന്നെയും ഞാൻ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട് പൊയ്യാണിയിലെ പെണ്ണുങ്ങളെ കണ്ടില്ലല്ലോ എന്ന് കല്യാണ വീടുകളിലൊക്കെ. കാരണം ഇവരെല്ലാവരും ഒന്നിച്ചേ പോകുന്നുള്ളൂ. ഈ സ്ത്രീജനങ്ങളെല്ലാം ഒന്നിച്ചാണെങ്കിൽ ഒരു പോക്കുണ്ട്. അത് അടുത്ത തലമുറയിലോട്ടോ അത് ഒരു പരിധി വരെ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പല വഴിക്കായതുകൊണ്ട് എനിക്ക് ശ്രീജയ മാത്രമേ എന്റെ സഹോദരിയായിട്ട് കിട്ടിയുള്ളൂ. പിന്നെ രശ്മി ചേച്ചി ആദ്യമേ കല്യാണമൊക്കെ കഴിഞ്ഞങ്ങ് പോയി. പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ പല വഴിക്ക് പോയി. അത് കാരണം വലിയൊരു അടുത്ത ജനറേഷനിൽ എത്തിയപ്പോൾ അത്ര ഒരു ഇത് വന്നില്ല. എന്നാലും ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയും, തിരുവിതാംകൂറിലെ സ്ത്രീജനങ്ങൾ, ഞാൻ മറ്റുള്ളവരെ കുറച്ച് പറയുമല്ല, സോറി, എന്നാലും ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ പറയുന്നു, തിരുവിതാംകൂറിലെ സ്ത്രീജനങ്ങളുടെ പ്രൗഢിയും അവരുടെ സ്നേഹവും
സാഹോദര്യം, ഒരു കുടുംബം കൊണ്ടുപോകാനുള്ള കഴിവും കാണണമെങ്കിൽ കുഞ്ഞമ്മച്ചിയെ കണ്ടുപിടിക്കണം. കുഞ്ഞമ്മച്ചി എനിക്ക് തോന്നുന്നു ഇന്ന് 100 വയസ്സ് പൂർത്തിയാക്കുന്ന സ്ത്രീകളിൽ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന് 45 വർഷത്തോളം അടിത്തോൺ വാങ്ങിയ സ്ത്രീകളിൽ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് എന്റെ കുഞ്ഞമ്മച്ചി. കാരണം ഞങ്ങളുടെ വീട്ടിൽ ആ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥർ. ആ ഒരു ജനറേഷൻ തൊട്ട് ഇന്ന് വരെ സ്ത്രീകളെ പുറത്തു വിടുക, സ്ത്രീകളെ പറന്നു നടക്കാൻ അനുവദിക്കുക, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള, ഞാൻ ഫെമിനിസം പറയുമല്ല എന്നാലും പറയുവാണ്. എനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടിയപ്പോൾ ആദ്യം അച്ഛനും അമ്മയും ഒക്കെ മടിച്ചു, അയ്യോ അവളെ ഈ പഞ്ചായത്ത് വിട്ട് പുറത്തു പോയിട്ടില്ല, അവളെ എങ്ങനെ ഡൽഹിയിലേക്ക് വിടുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു കുഞ്ഞമ്മച്ചി വന്നിരുന്ന് അമ്മമ്മയും കുഞ്ഞമ്മച്ചിയും കൂടെ സംസാരിക്കാൻ പറഞ്ഞു, ഓ മോളെ, ഒറ്റ വാക്കേ ഉള്ളൂ, ഓ മോളെ. അവർക്ക് 2 പേർക്കും അതിൽ ഒരു എതിർപ്പും ഇല്ലായിരുന്നു. കാരണം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ആ ഒരു പ്രൗഢിയും ഇതുമെല്ലാം നമ്മൾ വിട്ട് കളിക്കില്ല എന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട വിധത്തിൽ ആ ജോലിയും എല്ലാം നിർവഹിക്കുമെന്നും ഒക്കെ ഇവർക്കറിയാം. പക്ഷെ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹം എന്നെ ടീച്ചറാക്കണമെന്നായിരുന്നു, അത് നടന്നില്ല. അതുകൊണ്ട് കുറെ കുട്ടികൾ രക്ഷപ്പെട്ടു. എന്തായാലും എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സഹോദര സ്നേഹം ഏറ്റവും അധികം നമ്മൾ പഠിക്കേണ്ടത് കുഞ്ഞമ്മച്ചിരുന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, നമ്മൾ വന്നു കയറുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും എങ്ങനെ ബഹുമാനിക്കണം. കുഞ്ഞമ്മച്ചി, എനിക്ക് തോന്നുന്നില്ല കുഞ്ഞമ്മച്ചിയുടെ മക്കളോടോ മരുമക്കളോടോ ചെറുമക്കളോടോ അടുത്ത ജനറേഷനിലെ മരുമക്കളോടോ കടുത്തോ അല്ലെങ്കിൽ സങ്കടപ്പെട്ട ഒരു വാക്കും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അത് ആരായാലും ശരി, ഇനി നാട്ടുകാർ വന്നാലും ശരി, ഒരു കസേര കൊടുത്തിരുത്തി അവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും തിരിച്ച ആ ഒരു പ്രത്യേക നന്ദിയാണ് കുഞ്ഞമ്മച്ചിയുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതിന്റെ എല്ലാ കടപ്പാടും ദൈവം കുഞ്ഞമ്മച്ചിയോട് തിരിച്ചു കാണിച്ചിട്ടുണ്ട്. കുഞ്ഞമ്മച്ചിയും നല്ലൊരു കൃഷ്ണഭക്തയാണ്, ദൈവവിശ്വാസിയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞമ്മച്ചിയുടെ ഒരു ദൈവാനുഗ്രഹം തൊട്ട ഒരു കൈയടയാളമായിരുന്നു കുഞ്ഞമ്മച്ചിക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും ഞാൻ എൻ്റെ 2 പ്രസവം കഴിഞ്ഞപ്പോഴും ഞാനിപ്പോഴും ഓർക്കുന്നു, കുഞ്ഞമ്മച്ചി മിക്ക ദിവസവും കുഞ്ഞുങ്ങളെ കാണാൻ വരും. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കും, ഞാൻ വന്നില്ലെങ്കിലും ചോദിക്കും മക്കൾ എവിടെ. ഇപ്പോഴും ചോദിച്ചത് ഞാൻ വന്നോ ഇല്ലേ എന്നുള്ളതല്ല, ബിജുവും മക്കളും എവിടെയാണ്. അത്രയും സ്നേഹത്തോടു കൂടി എല്ലാം ഓർമ്മയും നിൽക്കുന്നുണ്ട് കുഞ്ഞമ്മച്ചിക്ക് എന്നുള്ളതിൽ വലിയൊരു ദൈവാനുഗ്രഹമാണ്. കാരണം പലരും പലതും മറന്നു പോകുന്നു, കുഞ്ഞമ്മച്ചി ഒന്നും മറന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത്രയും ഞാൻ ഇതിലും വലുതായിട്ടൊന്നും പറയാനില്ല. കാരണം എന്നെയും എൻ്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും എല്ലാവരെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ തമ്മിലൊരു ബോണ്ടിങ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓർത്തോർത്ത് വെക്കാനും പഠിപ്പിച്ചു. ഇതിനെല്ലാം കുഞ്ഞമ്മച്ചിക്ക് ഇനിയും കുറച്ചുകൂടി കാലം ദൈവം കൊടുക്കണേ എന്ന് ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു മറവിയും വരരുത് കുഞ്ഞമ്മച്ചിക്കുന്ന എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. എല്ലാവരെയും ഞങ്ങളെല്ലാം മനസ്സിലോർക്കുക, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ തറവാട്ടം വേണ്ടി ഇനിയും ഒരുപാട് കാലം ദീർഘായുസോടുകൂടി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വളരെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാല് അമ്മമ്മക്ക് അടുത്ത ഒരു വാക്ക് പറയുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പാരയളവ്. അതിന്റെ വാക്കിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്താണെന്ന് അറിയുമ്പോ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് എപ്പോഴും എന്താ പറയുന്നത് വെച്ചാൽ അമ്മമ്മ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഓടും. അപ്പോഴാണ് പറയുന്നത് ഈ പാരയളവെന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. കറക്റ്റ്. പിന്നെ അമ്മമ്മ വേറൊരു എപ്പോഴും എനിക്കിത് ഓർമ്മയില്ല, അമ്മമ്മ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. എനിക്ക് കൊച്ചിലെ ഞാനൊന്നും ആഹാരം ഒന്നും കഴിക്കത്തില്ല എന്ന്. അപ്പൊ അമ്മമ്മ ഇപ്പോഴത്തെ അശ്വതി വീടിന്റെ ഫ്രണ്ടിലെ ഒരു കൃഷ്ണനുണ്ട്, ആ കൃഷ്ണന്റെ അടുത്ത് കരയും, ഇവ ഒന്നും കഴിക്കുന്നില്ലല്ലോ. ഇപ്പൊ കഴിച്ചാണെങ്കിൽ അമ്മമ്മ വെയിറ്റ് കുറയ്ക്കാനാണ് പാട്. അമ്മമ്മ അന്ന് പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് ഇപ്പോഴാണ് വെയിറ്റ് കാരണം തോന്നുന്നു. ഹരിങ് എത്തിയാ ചേച്ചി കുക്ക് ചെയ്ത് ഒരു വഴിയായി. സംസാരിക്കുന്നതിന് മുമ്പ് ഇന്ന് സംസാരിക്കേണ്ട 4 പേര് ഇവിടെ ഉണ്ട്. അവർക്ക് 4 പേരും കരഞ്ഞാലും കുഴപ്പമില്ല, എന്തെങ്കിലും 4 വാക്ക് ഞാൻ അമ്മയുടെ കൊടുക്കുന്നു. അമ്മ പറയും, കുഞ്ഞമ്മ പറയും, 4 പേരും പറയും. എന്താണ്? അപ്പൊ ഞാന് സ്വന്തം മോനെ അമ്മയെ നോക്കണേക്കാളും കൂടുതൽ എന്നെ നോക്കിയില്ല അമ്മൂമ്മ. എന്റെ അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും നല്ല സുഖമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇനിയുള്ള സമയങ്ങളിലെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മുടെ ഒത്തൊരുമ കണ്ട് അമ്മ കഴിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെന്നും 4 പേരും ഒന്നുപോലെ ഒരുമിച്ച് നിന്ന് അമ്മ അത് കാണട്ടെ എന്ന് നമ്മൾ സ്നേഹത്തോടെ പരസ്പര സ്നേഹത്തോടെ കഴിയുന്നത് അമ്മ കാണണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചേച്ചിമാര് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അമ്മയ്ക്ക് എല്ലാവിധ
സന്തോഷവും സമാധാനത്തോടു കൂടിയും അമ്മ ഇനിയും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയ്ക്ക് അതിന് ദൈവം എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് ആദ്യമായി ഞാൻ 100ാം ജന്മദിനം ആശംസ അർപ്പിക്കുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഗുജറാത്തില് എൻ്റെ ഓരോ ആവശ്യത്തിനും, എൻ്റെ അശ്വതിയുടെ ചോറൂണ് മുതൽ എല്ലാ ആവശ്യത്തിനും അമ്മ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്. 21 പ്രാവശ്യം എൻ്റെ അമ്മ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ സഹായവും എൻ്റെ അമ്മ ചെയ്തു തന്നിട്ടുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനെ പറ്റിയിട്ട്, അമ്മയുടെ നന്മയെ പറ്റിയിട്ട് പറഞ്ഞാൽ വാക്കുകൾ തന്നെ ഇല്ല. അത്രയ്ക്കും അധികമാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും അമ്മ ചെയ്തത്. ഗുജറാത്തിലും അതുപോലെയാണ്. അമ്മയെ പരിചയപ്പെട്ട എല്ലാ മലയാളികളും അതേ പറയുന്നുള്ളൂ. എന്ത് ആശംസകളാണ് എനിക്കിന്ന് അയച്ചിരിക്കുന്നത് എല്ലാവരും. എൻ്റെ അമ്മ ആരോഗ്യത്തോടു കൂടി ഇനിയുള്ള കാലം ഇരിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. പറയുന്നത് മടിയില്ല ഇനി. അപ്പോ 40 കൊല്ലമായിട്ട് അമ്മമ്മയുടെ കൂടെയുള്ള ഒരാളും കുടുംബത്തിലെ അല്ലേ ആണ് യശോദ ചേച്ചി. യശോദ ചേച്ചി വന്നിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മൾ വിളിച്ച ഒരാൾ യശോദ ചേച്ചിയാണ്. കാരണം എൻ്റെ ഓർമ്മ മുഴുവൻ അമ്മുമ്മയും യശോദ ചേച്ചിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ക്ലാസ് കട്ട് ചെയ്ത് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് അറിയാം നമ്മൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. ഒരു റൗണ്ടൊക്കെ തരും. അതിനുശേഷം അമ്മൂമ്മ ഊണുണ്ടാക്കും, പിന്നെ അവിയലുണ്ടാക്കും. ഓർമ്മയുണ്ട് അമ്മൂമ്മ? അവരാദ്യം വന്ന് പറയണമെന്ന് വെച്ചാൽ അവിയലുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറയാം. അമ്മൂമ്മ അവരുടെ അമ്മൂമ്മയായിരുന്നു. അതുകൊണ്ട് അവരെ ആദരിച്ചു അമ്മൂമ്മയ്ക്ക് 100 അവര്. എനിക്ക് വരാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലൊരു ഇത് പ്രശ്നമാണ്, എനിക്ക് വരാൻ പറ്റിയില്ല. അത്രയ്ക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അമ്മൂമ്മയ്ക്ക് കാനഡയിൽ നിന്നും UK നിന്നും US നിന്നും വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മൂമ്മയ്ക്ക് ഓർമ്മയുള്ളവരൊക്കെ ആയിരിക്കും. മുബാരക്ക അവരൊക്കെ അയച്ചിട്ടുണ്ട് അമ്മൂമ്മയ്ക്ക്. അപ്പം എൻ്റെ ഭയങ്കര എന്താ പറയാ, എന്നെ വളർത്തിയത് അമ്മൂമ്മയാണ്. ഇപ്പം എൻ്റെ മോനെ വളർത്തുന്നതും അതിലൊരു വലിയ പങ്ക് അമ്മൂമ്മയ്ക്കും ഉണ്ട്. അമ്മൂമ്മയും അമ്മയും കൂടെയാണ് എൻ്റെ മോനെ വളർത്തുന്നത്. നന്ദു, ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും അഞ്ജുവിന് ഗുജറാത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. Happy birthday, dear Matushi. I'm going to sing a dear song to you. It's called You Are My Sunshine. Now I'm going to sing it. 3, 2, 1, go. You are my sunshine, my only sunshine. You make me happy when skies are gray. You never know, dear, how much I love you. Please don't take my sunshine away. The other night, dear, as I was sleeping, I dreamed I held you in my own arms. When I awoke, I was mistaken, so I hung my head and cried. You are my sunshine, my only sunshine. You make me happy when skies are gray. You never know, dear, how much I love you. Please don't take my sunshine away. Mwah! Mutashi, hope you enjoy my song. मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई। रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरिया। काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं। दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं।
പെയ്യുമോ എന്നീ വലേ നീ മൂടുമോ വെൺപനിമദീവിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവിൽ എന്നെ വർണ്ണം പോൽ തൂവൽ കവിളിനയിൽ നിന്മായാലാവണ്യം सदियों से भी लंबी ये मन की अमावस्या है और तू फुलझड़ियों वाले त्योहारों जैसी चंदा भी दीवाना है तेरा जलती है तुझसे सारी चकोरिया काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया കാലമാകുന്ന തോണിയിൽ നമ്മളിന്നിതാ ചേരവേ പീലി നീർത്തും ഒരായിരം ജാലമെന്നിലെന്നാകവേ പവിഴമറയേ നീ പെയ്യുമോ എന്നിവലേ നീ മൂടുമോ വെൺപനിമദീവിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ केसरिया तेरा पविरमरये केसरिया तेरा पविरमरये रे ग नि सा रे ग नि सा रे ग सा नि रे नि सा रे ग नि सा रे ग नि सा रे ग नि सा पा Happy birthday Muthushi. Hope you enjoy your party. Happy birthday Ammumma. Celebrations നന്നായി നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. അമ്മുമ്മയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടോ? ബൈ. അമ്മുമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇന്നൊക്കെ പറയാനുള്ളത് ഇതാണ്, നമ്മളുടെ ഇന്ത്യയും ചേച്ചിയുടെ എല്ലാ കാര്യത്തിനും അമ്മുമ്മ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്. എപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം വന്നിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് പോലും അമ്മുമ്മ 97 ഇയേഴ്സ് ഉണ്ടായിരുന്നു അപ്പം വന്നിരുന്നു. അതുവരെ അവിടെ നിന്ന് ഗാന്ധിധാമിന്ന് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് അഹമ്മദാബാദ് വരെയും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ. ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് എപ്പോഴും അമ്മമ്മയുടെ അനുഗ്രഹം വേണം. നമ്മൾ അതാണ് ചോദിക്കുന്നത്. അമ്മമ്മ ഒരു പോസിറ്റീവ് പേഴ്സൺ ആണ്. I think that is the first thing that I can say, that Ammamma like kinds of oozes positivity to everyone. You feel really happy, and yeah, I think it is like, it feels very nice to be in an atmosphere where Ammamma is there. So thank you so much Ammamma. Thank you from everyone. Happy birthday Muthushi. I love you. അടുത്തതായി നന്ദി പ്രസംഗത്തിന് ഞാൻ ശ്രീചിറ്റപ്പനെ ക്ഷണിച്ചു.
79 എൻ്റെ കല്യാണത്തിന് ശേഷം 45 കൊല്ലമായി. ഇത്രയും കാലം അമ്മയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു സ്നേഹമില്ലായ്മ തോന്നിയിട്ടില്ല. അമ്മ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് പെരുമാറിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എനിക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴൊക്കെ അവിടെയെല്ലാം അമ്മ ഓടിയിട്ടുണ്ട്. അമ്മയുടെ സ്നേഹം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ഉപകാരമാണ് എനിക്ക്. കാര്യം ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മ എന്നോട് ഒരു വാക്കെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. അത് ഞാൻ വളരെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. അമ്മയ്ക്ക് കേട്ടോ, അമ്മയുടെ ഇതിന് വന്നു ചേർന്നുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ മക്കളുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീജുവിന്റെ അവരെ അയച്ചു തന്ന് നമുക്ക് ഇവിടെ ഒരു ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് വേണ്ടെന്ന് വെച്ചു. അവർ രണ്ടുപേരും സ്പെഷ്യലായിട്ട് അമ്മൂമ്മയ്ക്ക് വിഷ അയച്ചെന്ന് ഞാൻ രാവിലെ അമ്മൂമ്മയെ കാണിച്ചായിരുന്നു. ശ്രീജുവിന്റെ അശ്വതിയുടെ കണ്ണന്റെ വന്നുകൊണ്ടിരിക്കുന്നു, ഉടനെ എത്തുന്നതാണ്. അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് Happy birthday, happy birthday, happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, Yashim. Happy birthday to you.
അക്ഷിത സജുവിന്റെ ഡാൻസ്. Rama
കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊടുത്താരോ മധുരമായി പാടും മണിശങ്കുകളാൽ കാതിൽ തീമഴയായി പാടുകാറ്റി കടലിൽ ഒഴുകുന്ന താഴമ്പൂ മണവിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ ഒഴുകുന്ന താഴമ്പൂ മണവിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിതാ ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും കാതിൽ തീമഴയായി പാടുകാറ്റി കടലി തഴുകുന്ന നീരം പൊന്നിതളുകൾ കൂങ്ങുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ തഴുകുന്ന നീരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ ഒരു നാടൻ പാട്ടായിതാ ഒരു നാടൻ പ്രേമത്തിന്റെ നിലയ്ക്കാത്ത പാട്ടായിതാ കടൽ നിറയാടുമി തീമണലിൽ കാതിൽ തീമഴയായി പാടുകാറ്റി കടലി കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊതിത്താരോ മധുരമായി പാടും മണിശങ്കുകളാൽ കാതിൽ തീമഴയായി പാടുകാറ്റി കടലി കാതിൽ തീമഴയായി പാടുകാറ്റി കടലി. ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ. എല്ലാവർക്കും ആദ്യമായി എന്റെ നമസ്കാരം. പല കാര്യങ്ങള് കാരണം അവിടെ എത്താൻ പറ്റിയില്ല ഫംഗ്ഷന്. പക്ഷെ ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അമ്മയ്ക്ക് once again ജന്മദിനാശംസകൾ ഞാൻ നേരുന്നു. പിന്നെ എല്ലാരും ഞാൻ പറഞ്ഞതെല്ലാം ലൈവിലാക്കിയിട്ട് എനിക്ക് പറയാൻ അമ്മയെ പറ്റി പറയാനാണെങ്കിൽ ഇതേപോലെ ഒരുപാടുണ്ട്. എന്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെയും എന്നെ നോക്കിയിട്ടുള്ളത് അമ്മൂമ്മ ആണ്. എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പറയും കോളേജിലെ സമയത്ത് വീട്ടില് എത്തുമ്പോഴും അമ്മൂമ്മ നമ്മളെ കാത്തിരുന്ന് നമുക്ക് ആഹാരം തരാനും, അത് ഇന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു 17 വർഷം മുമ്പേ ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയത്. അന്ന് അമ്മൂമ്മയ്ക്ക് 83, 84 ഇയേഴ്സ് ഉള്ളപ്പോഴായിരുന്നു അമ്മൂമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ആ സ്നേഹത്തോടെ നമുക്ക് നമ്മളെ നോക്കിയിരുന്നതും നമുക്ക് ആഹാരം തന്നിരുന്നതും. നമ്മുടെ മാത്രമല്ല, നമ്മളെക്കാട്ടി കൂടുതൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാരെയും അത്രയും സ്നേഹിച്ചതുമൊക്കെ. അപ്പൊ അത് ആ ഒരു വലിയൊരു മനസ്സ് നമ്മളെല്ലാരും ഉൾക്കൊണ്ട് ആ ഒരു ആട്രിബ്യൂട്ട്, അമ്മമാരെ ആട്രിബ്യൂട്ട് നമ്മളും എല്ലാരും നമ്മുടെ ജീവിതത്തിലും അതൊരു മാതൃകയായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാരും സന്തോഷമായിട്ടിരിക്കുക. അമ്മമ്മ once again wish you very happy birthday. ഞാൻ 1 മിനിറ്റ് ഞാൻ നിക്കുവിന് കൊടുക്കാം. ശരി.
മീനാക്ഷി അനുഗ്രഹിക്കും എന്റെ മാനസവീണയിൽ ശ്രുതിയുണരും നിർമ്മല സ്നേഹത്തിൻ പൂജാവീതിയിൽ എന്റെ സങ്കൽപ്പങ്ങൾ പൂവിരിക്കും മധുര മീനാക്ഷി അനുഗ്രഹിക്കും പൂവിടാൻ ദാഹിച്ചൊരെന്റെ കൈമുല്ലയിൽ പുലരിയിലെന്നൊരു പൂവിരിഞ്ഞോ പൂവിടാൻ ദാഹിച്ചൊരെന്റെ കൈമുല്ലയിൽ പുലരിയിലെന്നൊരു പൂവിരിഞ്ഞോ എന്നാത്മദാഹത്തിൻ കാന്തിയല്ലോ മധുര മീനാക്ഷി അനുഗ്രഹിക്കും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സത്യ രക്തബന്ധത്തിൻ ചിറകുകളിൽ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സത്യ രക്തബന്ധത്തിൻ ചിറകുകളിൽ നമ്മളിൽ മിന്നുന്ന ധന്യമാം ചൈതന്യം എന്നാളും കാണാൻ കൊതിക്കുന്നു ഞാൻ മധുര മീനാക്ഷി അനുഗ്രഹിക്കും എൻ്റെ മാനസവീണയിൽ പൂവിടരും